എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയും അമ്മയിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നളചരിതം കഥയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നളരാജാവിനെക്കുറിച്ചും ദമയന്തിയെക്കുറിച്ചും കാർക്കോടകനെക്കുറിച്ചും നമ്മൾ കേട്ടു. ഒരാളെക്കുറിച്ചുകൂടി കേൾക്കാൻ ബാക്കിയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഋതുപർണ രാജാവിനെ കുറിച്ചാണ് ഇന്നത്തെ കഥയമയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആരാണ് ഈ ഋതുപർണൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ്? അദ്ദേഹം അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു. ആ വംശത്തിലാണ് പിന്നീട് ദശരഥ മഹാരാജാവിൻ്റെ മകനായിട്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി വന്ന് ജനിക്കുന്നത്. അപ്പം ആ വംശം, ആ സൂര്യവംശത്തിലെ അയോധ്യയിലെ ഒരു രാജാവായിരുന്നു ഋതുപർണൻ. ആ ഋതുപർണൻ്റെ സാരഥിയായിട്ട്, ആ ഋതുപർണൻ്റെ കുതിരക്കാരനായിട്ടാണ് നമുക്ക് നേരത്തെ കാർക്കോടകൻ കടിച്ച് ആ രൂപമൊക്കെ മാറിയിട്ടുള്ള നളൻ, അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന പേര് ബാഹുകൻ, അവിടെ താമസിക്കുന്ന കാലത്താണ് ഈ ഋതുപർണനുമായിട്ടുള്ള നളൻ്റെ അല്ലെങ്കിൽ ബാഹുകൻ്റെ ഒരു സൗഹൃദം ഉണ്ടാവുന്നതും അവർ പരസ്പരം അവർക്കുള്ള രണ്ട് മന്ത്രങ്ങൾ, അക്ഷഹൃദയവും അതുപോലെ തന്നെ അശ്വഹൃദയവും എന്ന് പറയുന്ന രണ്ട് മന്ത്രങ്ങൾ. അക്ഷഹൃദയം ചൂതുകളിയിൽ ജയിക്കാനുള്ള മന്ത്രവും അശ്വഹൃദയം വേഗത്തിൽ കുതിരകളെ പായിക്കാനുള്ള മന്ത്രമാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതും വിദർഭയിലേക്ക് ഋതുപർണൻ്റെ ഒപ്പം സാക്ഷാൽ നളൻ ബാഹുകനായിട്ട് പോകുന്നതും അവിടെ ചെന്ന് ദമയന്തിയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിയാനുണ്ടായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളും പിന്നീട് അത് നളനാണ് ഈ ബാഹുകൻ എന്ന് മനസ്സിലാക്കുന്നതും നളൻ പണ്ട് കാർക്കോടകൻ കൊടുത്തിട്ടുള്ള വസ്ത്രം വീണ്ടും ധരിച്ച് നളൻ തന്നെയായി ദമയന്തിയെ സ്വീകരിക്കുന്നതും തിരിച്ച് വീണ്ടും നൈഷധത്തിലേക്ക് എത്തി അവിടെ പുഷ്കരനുമായിട്ട് ചൂതുകളിലൂടെ ഈ പറഞ്ഞ മന്ത്രം കൂടെ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ അക്ഷഹൃദയം എന്ന് പറഞ്ഞ മന്ത്രം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ചൂതുകളിയിൽ പുഷ്കരനെ പരാജയപ്പെടുത്തി വീണ്ടും മഹാരാജാവായി എല്ലാ തരത്തിലുള്ള ഒരു സർവ്വപ്രൗഢികളോടും കൂടി അദ്ദേഹം വീണ്ടും ആ രാജ്യം ഭരിച്ചു എന്നുള്ളതാണ് നളൻ്റെ കഥ. ഈ കഥ പറഞ്ഞു കൊടുത്ത ആൾക്കാരെ മറക്കരുത്. പണ്ട് വനപർവ്വത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന് ബൃഹാശ്വൻ എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് ഈ നളമഹാരാജാവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ കഥ മുഴുവൻ വിസ്തരിക്കാൻ എനിക്കൂടെ ഒരു പ്രേരണ ഉണ്ടായത്. കാരണം ഈ യുധിഷ്ഠിര മഹാരാജാവിന് കലിബാധ ഉണ്ടാവുമോ എന്നൊരു ഭയം ഈ മഹർഷിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ 4 പേരെ സ്മരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കലിബാധ ഉണ്ടാവില്ല എന്നാണ്. ആരൊക്കെയാണ് ആ 4 പേര്? ഒന്ന്, സാക്ഷാൽ നിഷാദ രാജാവായിട്ടുള്ള നളൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദമയന്തി, അദ്ദേഹത്തെ സഹായിച്ച ഋതുപർണൻ, ഒപ്പം അദ്ദേഹത്തെ സഹായിച്ച കാർക്കോടകൻ. ഈ 4 പേരുടെയും നാമങ്ങൾ ഉച്ചരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കലിയുടെ ബാധ ഉണ്ടാവില്ല എന്നാണ്. അപ്പം നമ്മൾ ഈ 4 ദിവസമായിട്ട് യഥാർത്ഥത്തിൽ കേട്ടത് കലിദോഷം മാറ്റാനുള്ളൊരു വിദ്യയായിരുന്നു. നമ്മൾ നളനെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ ദമയന്തിയെക്കുറിച്ച് പറഞ്ഞു, കാർക്കോടകനെക്കുറിച്ച് പറഞ്ഞു, ഇന്ന് ഋതുപർണനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കലിദോഷം എന്ന് പറയുന്ന ഈ കലികാലത്തിലുണ്ടാവുന്ന ദോഷം സർവ്വതിനെയും ഒരു താമസികമായിട്ടുള്ള മനോഭാവത്തോടു കൂടി നോക്കിക്കാണാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രവണതയാണ് കലി എന്ന് പറയുന്നത്. ഒന്നിനെയും ചിന്താശേഷിയില്ലാതെ നേരിടാൻ ഇറങ്ങുന്ന മനുഷ്യൻ്റെ പ്രവണതയാണ് കലി. ഇതാണ് നളനെ ബാധിച്ചത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായത്. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ, സാമാന്യം ഭേദപ്പെട്ട ഒരു ജീവിതം ജീവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ കലിയുടെ ദോഷം ഉണ്ടാവരുതെന്നാണ്. ഈ നളൻ്റെ കഥ ആര് കേൾക്കുന്നുവോ അവർക്ക് കലിദോഷം ഉണ്ടാവില്ല എന്ന് സജ്ജനങ്ങൾ പറയുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ കലിദോഷത്തിൽ നിന്ന് മോചിതരാവാൻ ഈ നളചരിതം കഥ കൊണ്ട് സാധിക്കട്ടെ. നളചരിതം ഒരു പുരാണ കഥ എന്ന രീതിയിൽ മാത്രമല്ല, ഇത് വളരെ വിശദമായിട്ട് നളചരിതം ആട്ടക്കഥയായിട്ടുണ്ടായി വാരി എഴുതിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പദങ്ങളൊക്കെ ചേർന്ന ഒരു കലാപരമായിട്ടുള്ള പാരമ്പര്യം കൂടി നളചരിതത്തിനുണ്ട് എന്നുകൂടെ അതിൻ്റെ കൂടെ ഒപ്പം ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെയുള്ള ആ നളചരിതം കഥയെ ഇത്ര ദിവസം കൊണ്ട് കേൾക്കാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായതിന് ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നളനെ പോലെ എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും കൂടി ആ തുടർന്നുള്ള ജീവിതം ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.